ദേ നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്നറിയാമോ? മേഘമലയിലാണ് കേട്ടോ. മേഘമലയിലെ കിടിലൻ വ്യൂസ് ഒക്കെ കണ്ട് ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഞാനപ്പോൾ ആലോചിക്കുന്നത് എന്നാണെന്നറിയാമോ, ഇവിടെ ഒരു മൺസൂൺ കാലത്തിലൊക്കെ ആണെന്നുണ്ട്, അല്ലെങ്കിൽ എന്നാ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പൊളി വൈബായിരിക്കും കേട്ടോ. ഒരു രക്ഷയില്ല. ഇവിടെ ഫുള്ള് മഞ്ഞ് കയറി നല്ല അടിപൊളി ഒരു എന്നാ പറയുന്നത്, ഒരു അടിപൊളി സ്ഥലമായിരിക്കും ഇത് കേട്ടോ. എന്തായാലും നമ്മൾ ഒന്നും കൂടി മഴക്കാലത്ത് വന്ന് ഇവിടെ ഒന്നും കൂടി വന്ന എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഇവിടെ മഴക്കാലത്ത് വേറൊരു മൂഡായിരിക്കും കേട്ടോ. ഈ കാണുന്ന വീടുകളിലെല്ലാം ആൾക്കാർ താമസമുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഇടദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും പണിക്കും ഒക്കെ പോയിട്ടുള്ളതാണെന്നും എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെങ്ങും ആരും ഇല്ല, എല്ലാ വീടുകളും പൂട്ടിക്കിടക്കും. ലയം എന്നാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അതായത് ഇവിടെ ഒരു ചെറിയ ഒരു ഷെഡിനകത്തൊരു 3-4 വീട്ടുകാർ താമസിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന് ലയം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. എല്ലാവരും ജോലിക്കും കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഭയങ്കര സൈലൻ്റായിട്ട് കിടക്കുന്നത് കേട്ടോ. ആരും ഇല്ല ഈ ഏരിയയിലെങ്ങും. ഒരു വണ്ടി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല കേട്ടോ. ഭയങ്കര രസമുണ്ട്. നമുക്ക് വേണമെങ്കിൽ റോട്ടിൽ കിടന്ന് ഉറങ്ങാം. അതുപോലെ തിരക്ക് കുറവാണ് ഈ സമയത്ത്. അത്യാവശ്യം ചൂടുണ്ട്. ചൂട് അങ്ങനെ വലിയതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ്. എന്തായാലും നമുക്കിവിടുന്ന് വണ്ടിയെടുത്ത് മുന്നോട്ട് പോകാം. അതായത് ഇത് മേഘമലയുടെ തുടക്കമാണ് കേട്ടത്. നമ്മൾ വന്ന് കയറുന്ന ഭാഗമാണ്. ഇവിടുന്ന് ഇനി മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് ഒരു ഡാമുണ്ട്. അതുപോലെ തന്നെ കുറേ കാഴ്ചകളൊക്കെ വേറെയും കാണാനുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ. വണ്ടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ്. വേറെ ആരുമില്ല ഇവിടെ. സത്യം പറഞ്ഞാണല്ലോ, താഴെ നമ്മുടെ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിങ്ങളുടെ പ്ലാസ്റ്റിക് കവറുകളോ പ്ലാസ്റ്റിക് കുപ്പികളോ ഒന്നും കയറ്റി വിടാത്തത് കൊണ്ട് തന്നെ ഇവിടെ പ്ലാസ്റ്റിക് ഒരു വിധത്തിലുള്ള വേസ്റ്റുകളോ പ്ലാസ്റ്റിക് കുപ്പികളോ ഒന്നും കാണാനില്ല കേട്ടോ. വളരെ ക്ലീനായിട്ട് കിടക്കും. നമ്മൾ ഈ സത്യം പറഞ്ഞാൽ ഈ വിദേശ രാജ്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ കണ്ടിരിക്കുന്നത്. ഈ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കുകളും കവറുകളും കുപ്പികളും ഒക്കെ ഇല്ലാത്ത ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത്. ഇവിടെ അത് തന്നെയാണ് കേട്ടോ അവസ്ഥ. നിങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ ചെന്ന് വേറെ രാജ്യത്തൊക്കെ ചെന്ന ഒരു ഫീലാണ്. ഒരു ചപ്പോ ചവറുകളോ അല്ലെങ്കിൽ എന്നാ പറയുന്നത് അനാവശ്യമായിട്ടുള്ള വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഈ റോഡ് സൈഡിൽ നമുക്ക് കാണാൻ ഒക്കത്തില്ല. നമ്മളിപ്പോൾ വന്ന് നിന്നോടത്തും അങ്ങനെ തന്നെ. ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് തന്നെ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ പോലും കാണാൻ നമുക്ക് കഴിയത്തില്ല കേട്ടോ. അത്രയ്ക്കും ക്ലീനാണ് ഈ ഏരിയയിൽ. ഞാനാണെ മുന്നോട്ട് പതുക്കെയാണ് വണ്ടി ഓടിച്ച് പോകുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും എന്താണ് അവസ്ഥ എന്നൊന്നും പറയാനൊക്കത്തില്ല. ചിലപ്പോൾ കാട്ടാനകളൊക്കെ കാണും. നമ്മുടെ ഈ അടുത്ത സൈഡിൽ കാണുന്ന ഡാമാണ് കേട്ടോ. ഉണങ്ങി വരണ്ട് വറ്റി കിടക്കുകയാണേ. വെള്ളമൊന്നുമില്ല. വലിയ കുഴി കാണാം താഴോട്ട്. അടിപൊളി വ്യൂ കേട്ടോ. എന്തായാലും ഇതാണ് ഡാം കേട്ടോ. ഈ കാണുന്ന ഡാമാണേ. കണ്ടോ ഡാം കണ്ടോ? വെള്ളമൊന്നുമില്ല, വറ്റിക്കിടക്കുവാണ് ഡാം. ഞാൻ ആദ്യമാണ് ഡാം വറ്റിക്കിടക്കുന്നതാണെന്നേ. നിങ്ങളും കൂടി കണ്ടോ? അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ ഫസ്റ്റ് ടൈം വരുവാണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഒരു സ്ഥലം എങ്ങനെയാണ് എന്നൊന്നും ഒരു പിടുത്തമില്ല. നമുക്ക് മുന്നോട്ട് പോകാം എന്തായാലും. നിങ്ങൾ ആ ബോർഡ് കണ്ടോ? ഒരു കരിമ്പുലിയുടെ പടം കണ്ടോ? ബാക്കിയൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല, മൊത്തം തമിഴാണ്. എന്നാലും നിങ്ങൾക്ക് ഇവിടെ കരിമ്പുലി ഇറങ്ങുന്നതാണെന്നുള്ള സൂചന തരുന്ന ബോർഡാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് കേട്ടോ. എൻ്റെ മോനെ താഴോട്ട് നോക്കി. ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ് താഴെ. പൊളി. ഇവിടെ ഇറങ്ങുന്നതൊക്കെ സൂക്ഷിച്ച് വേണം ഗെയ്സ്. കരിമ്പുലിയുള്ള സ്ഥലമാണ്. കരിമ്പുലിയൊക്കെ എപ്പോൾ വേണമെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കുക. നമ്മളിവിടെയൊക്കെ ഇറങ്ങി നിന്നെന്ന് പറഞ്ഞാലും നമുക്ക് 4 ചുറ്റും നമുക്ക് ചെവി പ്രവർത്തിക്കണം കേട്ടോ. എവിടുന്ന് എന്താ ശബ്ദം കേൾക്കുന്നു പറയാനൊക്കത്തില്ല. കല്ല് പറക്കി എറിയുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, വിട്ടു പോവുക. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി ആ കമ്പിയുടെ ഇടയിൽ കൂടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കി അതിലെ കൂടെ വഴി ഇങ്ങോട്ടുണ്ട് കേട്ടോ. ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലത്തെ ഒരു വ്യൂ പോയിൻ്റ് അങ്ങോട്ട് നോക്കിയേ. എന്നാ പൊളി സാധനമാണെന്ന് നോക്കി. ഇവിടെ മഴക്കാലത്തും കൂടി ആണെന്നുണ്ടല്ലോ, ഒയ്യോ ഒരു രക്ഷയില്ലാത്ത സീൻ പരിപാടിയായിരിക്കും കേട്ടോ. ഇതേ ആ കാണുന്നൊരു സ്കൂളാണ് കേട്ടോ. സ്കൂളും സ്കൂൾ വാനും സ്കൂൾ കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. ഇതേ അവിടെ ആയിട്ടൊരു പള്ളി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പള്ളി, കുറേ ലയങ്ങളുണ്ട് അവിടെ. എന്തൊക്കെയോ ചെറിയ ചെറിയ ബിൽഡിങ്സുകളൊക്കെ ഉണ്ട്. ഈ കാണുന്നൊരു ഹോട്ടലാണ് കേട്ടോ. ഈ ഒറ്റ ഹോട്ടലോ കടയോ ഏതാണ്ടേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ. നോക്കി തിരിച്ച് വരുമ്പോൾ വേണം നമുക്ക് ഇവിടെ നിന്ന് കയറി എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ മേടിച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് മറ്റേ ഡാം കേട്ടോ. നമ്മളാ മുകളിൽ കണ്ട ഡാമാണ് കേട്ടത്. മഴക്കാലത്താണ് അടിപൊളിയായിരിക്കും. അതിനകത്ത് വെള്ളമൊക്കെ ഒഴുകുന്ന അടിപൊളി കാഴ്ചയായിരിക്കും.
പിന്നെ ഈ മേഘങ്ങളൊക്കെ വന്ന് മൂടി നിൽക്കുന്ന മേഘങ്ങളല്ല, മറ്റേ ഈ കോടമഞ്ഞായിരിക്കും ഫുള്ള്. അടിപൊളി ഒരു വ്യൂവും കാലാവസ്ഥയല്ല, അടിപൊളി വ്യൂവും ക്ലൈമറ്റും ഒക്കെ ആയിരിക്കും മഴക്കാലത്ത് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു തവണ മഴക്കാലത്ത് കൂടി വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്ക് അടിപൊളി ഒരു അനുഭവമായിരിക്കും അത്. നമുക്ക് എന്തായാലും പയ്യെ അങ്ങോട്ട് പോകാം. ഇവിടെ ഈ വളവുണ്ട്, ഈ വളവിൻ്റെ അവിടെ എല്ലാം ആനയുള്ളത് കഴിഞ്ഞ് ഞാൻ ഇവിടെ യൂട്യൂബിനകത്തൊരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. ഈ വളവിൻ്റെ അവിടെ ആന നിൽക്കുന്നത്, ആനക്കൂട്ടമൊക്കെ നിൽക്കുന്നത് ഒരു വീഡിയോ കണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ ഇവിടെ എല്ലാം ആന ഇറങ്ങുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാലേ ഇത് തമിഴ്നാടിൻ്റെ മൂന്നാറാണ് ആളുകളെല്ലാവരും പറയുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ സത്യമാണേ, മൊത്തം സത്യമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ അതുള്ള കാര്യമാണ് കേട്ടോ. മൂന്നാറിനേക്കാളിലും ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി ഈ ഭാഗമൊക്കെ കാണാനായിട്ട്. നോക്കി എന്നാ പൊളിയാന്ന് നോക്കി. ഈ മൺസൂണും കൂടി ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, വേറെ ലെവലായിരിക്കും. വേറൊരു കാര്യമുണ്ട്, ഈ ഏരിയയിലെങ്കിൽ ഒരാൾക്കാരോ ഒന്നും തിരക്കുകളോ ഒന്നും ഇല്ല കേട്ടോ. ചിലപ്പം ഈ ഒരു സമ്മറൊക്കെ ആയതുകൊണ്ടായിരിക്കണം, ഇതുപോലെ വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ആൾക്കാരൊന്നും ഇങ്ങോട്ടേക്ക് വരാത്തത്. എന്നാലും ഇവിടെ അധികം ചൂടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല കേട്ടോ. ഈ വഴി മുഴുവനും അടിപൊളി വ്യൂസാണ് കേട്ടോ. നോക്കി താട്ട് നോക്കി എൻ്റെ മോനെ, പൊളി ഐറ്റം. ഈ മഞ്ഞും കൂടി ഉണ്ടായിരുന്ന കിടിലമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. മഞ്ഞും കൂടി ഉണ്ടായിരുന്നെങ്കിൽ താട്ട് നോക്കി. ആ മഞ്ഞൊക്കെ വന്ന് മൂടിക്കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഈ താഴത്തെ കാഴ്ചകളൊന്നും ഇതുപോലെ കാണാനൊക്കത്തില്ല കേട്ടോ. നമ്മൾ ഈ ഒരു കാലാവസ്ഥ വന്നുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. മഞ്ഞുള്ള സമയത്താണെങ്കിൽ നമുക്ക് താഴോട്ടുള്ള ഒരു വ്യൂവും കാണാൻ പറ്റത്തില്ല കേട്ടോ. നോക്കി എന്നാ സൂപ്പറാണ് നോക്കി. നല്ല ലൈറ്റാണ് കേട്ടോ. ഭയങ്കര വെയിലായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണേ, അടിപൊളിയാണ് കേട്ടോ. അങ്ങോട്ട് നോക്കി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്ര ഇത് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഒറ്റയ്ക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കിനും അത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഞാൻ ഈ പറഞ്ഞ സാധനം കണക്ട് ചെയ്യാൻ പറ്റും. ശരിക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വേറൊരു ഫീലാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത് ഒറ്റയ്ക്ക് തന്നെ പോയി അനുഭവിക്കണം. നമ്മൾ ഈ ഗ്രൂപ്പ് റൈഡൊക്കെ വെക്കുന്നത് വേറൊരു വൈബാണ്. അത് ഭയങ്കര എൻജോയ് ആയിരിക്കും, ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. കാരണം നമുക്ക് ഒച്ചയൊക്കെ വെച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിട്ട് പോയിട്ട് വരാം. പക്ഷേ ഇത് വേറൊരു മൂഡാണ് കേട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുക, കാഴ്ചകൾ കാണുക, നമ്മുടെ ഇഷ്ടത്തിന് വണ്ടി നിർത്തുക. നോക്കി വണ്ടി കഴിഞ്ഞ ദിവസം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ, പുത്തം പോലെ ഇരിക്കുന്നത്. എന്തായാലും കൊള്ളാം. നമുക്ക് കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാം കേട്ടോ, മൊബൈലിനകത്ത് എടുക്കാം. അപ്പോൾ എന്തായാലും കൊള്ളാം, അടിപൊളി സ്ഥലം. നിങ്ങളിവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു ഡ്രോൺ ഉണ്ടായിരുന്ന ഭയങ്കര രസമുള്ള ഡ്രോൺ ഷോട്ടുകളൊക്കെ നമുക്ക് എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രോൺ എൻ്റെ ഇല്ല, അത് കാരണം ഭയങ്കര നഷ്ടമാണ്. ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കിന് ഡ്രോണും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് കുറേ വിഷ്വൽ കിട്ടും, അടിപൊളി കുറേ നല്ല വിഷ്വൽ കിട്ടും. പക്ഷേ എന്നാ ചെയ്യാനാ, നമ്മുടെ സാധനം ഇല്ലാതായിപ്പോയി. നമുക്ക് ഡ്രോണൊക്കെ എന്തെങ്കിലും ഒരു കാലത്ത് എടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഞാൻ ഒന്നുകൂടി വന്ന് എടുക്കുന്നതായിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. നമുക്ക് എന്തായാലും മുന്നോട്ട് കുറച്ച് ദൂരം കൂടി പോകും. അവിടെ ഒരു മഹാരാജമേട്ടെന്ന് പറഞ്ഞൊരു മഹാരാജമേട്ടോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് കൂടി ഉണ്ട് കേട്ടോ. നമുക്കത് അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കുറേ ദൂരം പോകാനുണ്ടെന്നാണ് പറഞ്ഞത്. ഈ കാണുന്നത് ഇവിടുത്തെ ആശുപത്രിയാണ് കേട്ടോ. നല്ല തണൽ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്, നല്ല തണലുണ്ട് ഇവിടെ. എന്തായാലും കൊള്ളാം. അത്യാവശ്യം ഇവിടെ താമസിക്കുന്ന ആളുകൾക്കുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ തേയിലത്തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരുടെ അവർ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. വേറെ പുറം ലോകമായിട്ടൊന്നും ഇവർക്ക് വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് നോക്കിയാൽ നിങ്ങൾ എന്നാ വ്യൂ അല്ലേ, ഭയങ്കര രസമില്ലേ, നല്ല രസമാണ് കേട്ടോ. ഇതിലെ കൂടെ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് ഭയങ്കര വല്ലാത്തൊരു അനുഭവമാണ്. നോക്കി നല്ല തേയിലത്തോട്ടമല്ലേ, മൂന്നാറിലൊക്കെ കാണുന്ന ടൈപ്പ് തേയിലത്തോട്ടങ്ങളല്ലേ കാണുന്നത്, അതേ ലാൻഡ്സ്കേപ്പും പരിപാടികളും ഒക്കെയാണ്. ഭയങ്കര രസമുണ്ട്. എന്തായാലും തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ, അതുകൊണ്ട് ഏതായാലും നല്ല രസമായിരിക്കും വിഷ്വൽ കാണാൻ വേണ്ടിയിട്ട്. വീഡിയോ കാണുമ്പോഴേ നല്ല വെട്ടവും നല്ല തെളിച്ചമൊക്കെ ആയിരിക്കും.
എങ്ങനെയാണെന്ന് ഇനിയിപ്പോൾ ഗോപ്രോ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ സൈഡിലോട്ട് നോക്കിയേ, ഡാമിൻ്റെ വ്യൂ കണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. ഈ നല്ല അത്യാവശ്യം വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഡാമിൽ വെള്ളം കുറവാണേ. നല്ല നീലക്കടലുള്ള വെള്ളം, പകുതിയേ വെള്ളമുള്ളെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി ഭാഗങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങിപ്പോയതിൻ്റെ ആ ഒരു പാട് നമുക്ക് കാണാൻ പറ്റും. നോക്കി, അതൊക്കെ വല്ല മുതലയൊക്കെ ഉണ്ടോയെന്ന് ആർക്കറിയാം. പുലിയൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നത് ഈ ഡാമിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിവിടെ ആയാലും നിർത്തി നോക്കി കാണിച്ചു തരാം. ഇത് കണ്ടോ, നോക്കി എന്നെ രസമാണ്. ഇവിടെ താട്ടിറങ്ങി പോകണോ അല്ലേ? ആ തേയിലത്തോട്ടത്തിനകത്തോട് താട്ടിറങ്ങി പോയി കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ഇറങ്ങി ഇറങ്ങാം. പക്ഷേ അവിടെയൊക്കെ ഇറങ്ങുന്നതൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും. നല്ല ആഴം കാണും. താട്ട് പോയാൽ പണിയാവും, തിരിച്ച് വീട്ടിൽ പോകാനൊക്കെ വില. അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിൽക്കുന്നതിനേക്കാളും നല്ലത് വണ്ടി എടുത്ത് മുന്നോട്ട് പോകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കതിൽ മുന്നോട്ട് പോകാം. മഹാരാജമേട്ട് കാണാനുള്ളതാണ്. അടിപൊളി ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. മേഘമലയിലെ പ്രശസ്തമായ ആ പാലമാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. വീഡിയോയ്ക്കകത്തും ഷോർട്ട് വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു പാലം കേട്ടോ. ഡ്രോൺ ഉണ്ടായിരുന്നു. ഞാൻ ഈ ബൈക്കിൽ ഇങ്ങനെ പോകുന്ന ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ പൊളിച്ചാനല്ലേ, അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് നിർത്തണം. ഡ്രോൺ അങ്ങ് മുകളിൽ കയറ്റി നിർത്തിയിട്ട് നമ്മൾ ഇതിലെ ബൈക്കിൽ ഇങ്ങനെ പോകുന്നത് കാണിച്ചു കഴിഞ്ഞാൽ അതൊരു പൊളി പരിപാടിയായിരിക്കും. എന്ത് പറയാനാണ് ഗൈസ്. കൊള്ളാം എന്തായാലും കേട്ടോ, നല്ല രസമുള്ള സംഭവമാണ്. ഇവിടെ മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ നല്ല മഞ്ഞുള്ള സമയത്തോ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൈബായിരിക്കും. അല്ലെങ്കിൽ പിന്നെ രാവിലെ വന്നാലും മതി കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിൽ രാവിലെ വന്നാൽ ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ മഞ്ഞ് കാണാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോട ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ വഴിയിലൊന്നും ആരുമില്ല കേട്ടോ. അങ്ങോട്ട് പോകാനും ഇല്ല ആരും, ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വണ്ടികളും കാണുന്നില്ല. ഏതായാലും വഴി ഇങ്ങനെ നന്നാക്കിയിട്ടേക്കുന്ന കാരണം നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല കേട്ടോ, വിട്ടു പോവാം. വീണ്ടും നമ്മൾ കാട്ടിനുള്ളിലോട്ട് കയറിയിരിക്കുകയാണ് ഗെയ്സ്. പൊന്തക്കാട്, ഇതാണ് പൊന്തക്കാട് കേട്ടോ. ഇങ്ങനത്തെ കാടിനാണ് പൊന്തക്കാടെന്ന് പറയുന്നത് കേട്ടോ. വലിയ മരങ്ങളൊന്നുമില്ല, എന്നാൽ വലിയ കാട് പോലെ ഇങ്ങനെ ചെടികളിങ്ങനെ വളർന്ന് നിൽക്കുകയാണ് കേട്ടോ. മുൻപോട്ട് പോകുന്നിടത്ത് എന്താണ് കാണാനുള്ളതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കാനും എനിക്ക് കാണാനും വേണ്ടി നമ്മളിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും എത്ര നേരം വന്നാൽ ലാൻഡ്സ്കേപ്പൊക്കെ മാറി, തേയിലത്തോട്ടമൊക്കെ മാറി കാട് പോലത്തുള്ള സ്ഥലങ്ങളിലേക്ക് കയറിയിരിക്കുകയാണ്. റോഡ് എന്തായാലും നല്ല വൃത്തിയുള്ള റോഡായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങൂന്ന് വരുന്ന വഴി മുതൽ ഇവിടം വരെ വരുന്നോടം വരെ റോഡ് എന്തായാലും അടിപൊളിയാക്കി പണിതിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് റോഡിൻ്റെ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട, വിട്ടു പോരാം. പിന്നെ ഇതേ ഉള്ളൂ പ്രശ്നം, നമ്മുടെ കാടാണ്, വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങി നടക്കുന്ന സ്ഥലമാണ്. എപ്പോൾ വേണമെങ്കിലും ക്രോസ് ചെയ്യാം, ചാടി വീഴാം. ഇതിൻ്റെ മുകളിൽ തേയില ഫാക്ടറിയാണ് കേട്ടോ. തേയിലയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ തേയിലയും കൊണ്ടുപോകുന്ന വണ്ടിയുണ്ടോ, തേയിലയുടെ ഈ ആളുകൾ തേയില പറിക്കത്തില്ല, ആ സാധനവും കൊണ്ടുപോകുന്ന ലോറിയാണ് കേട്ടോ അത് അവിടുന്ന് കളക്ട് ചെയ്തിട്ട് അവിടുന്ന് നേരെ ഫാക്ടറിയിലോട്ട് കൊണ്ടുപോകണത് തേയിലയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം മൂന്നാറിലൊക്കെ നമ്മുടെ തേയില ഫാക്ടറിയൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തേയിലയൊക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്സിങ്ങും പരിപാടികളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ലയങ്ങളും അമ്പലങ്ങളും ഒരു വല്ലാത്തൊരു രസമില്ല, നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന ടൈപ്പ് സ്ഥലങ്ങളെപ്പോലില്ലേ. എന്തായാലും ഇവിടെയൊക്കെ ഷൂട്ടൊക്കെ നടന്നിട്ടുള്ള സ്ഥലമൊക്കെ ആയിരിക്കണം. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ, അടിപൊളി. ഈ വണ്ടിയെ കണ്ടോ, ഇത്രയും വണ്ടികളാണ് ഒരുമാതിരിപ്പെട്ട തേയിലത്തോട്ടത്തിലെല്ലാം കിടന്ന് ഓടിക്കളിക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെയുള്ള വണ്ടികളെ കൊണ്ടേ പറ്റുള്ളൂ. കാരണം ഈ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ നേരെ ഈ തേയിലത്തോട്ടത്തിനകത്തോട്ട് കിടക്കുന്ന റോഡൊക്കെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഓഫ് റോഡ് പോലത്തെ വഴികളൊക്കെയാണ് കേട്ടോ. അതിലെ കൂടെ ഈ വണ്ടിയൊക്കെ പറ്റുള്ളൂ. നമ്മുടെ എരുമേലിക്കടുത്ത് നമ്മുടെ എരുമേലിക്കടുത്ത് അവിടെ ഒരു റബ്ബറിൻ്റെ എസ്റ്റേറ്റ് ഉണ്ട്, റബ്ബർ എസ്റ്റേറ്റ്. ഈ ചെറുപള്ളി എന്നൊക്കെ പറഞ്ഞ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്. അതിനകത്ത് ഇത്രയും വണ്ടിയാണ് കിടന്ന് ഓടുന്നത്. ഞാൻ പെട്ടെന്ന് ആ വണ്ടി കണ്ടപ്പോൾ എനിക്കതാ ഓർമ്മ വന്നത്. ഈ തേയില എസ്റ്റേറ്റ് പോലെ തന്നെ റബ്ബറിൻ്റെ എസ്റ്റേറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അതൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവേ. അതായത് എരുമേലിക്കടുത്തുള്ള ഒരു സ്ഥലമാണ്.
അത് ഈ പറഞ്ഞ 2000 ഏക്കറോ 2500 ഏക്കറോ ആയതുകൊണ്ട് റബ്ബർ തോട്ടമാണ്. അടിപൊളിയാണ് കേട്ടോ. അതിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഫുള്ള് റബ്ബർ മരമാണ്. അടിപൊളി. അതൊരു ദിവസം ഞാനേ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നല്ല ഒരു പരിപാടിയാണത്. അതിനകത്ത് ഇതുപോലുള്ള ട്രാക്ടർ പോലത്തെ വണ്ടികളാണ് കിടന്ന് ഓടുന്നത്. അങ്ങനെ നമ്മൾ വേണ്ട മഹാരാജമേട്ടിലോട്ടുള്ള എൻട്രി ഉള്ള സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുഴുവനും ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ടോ. മുകളിലോട്ട് ആൾക്കാർ കയറി പോയതിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചിന്നമന്നൂരിൽ നിന്ന് വിട്ട് കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു വെള്ളം പോലും കുടിച്ചില്ല, ഒരു കട പോലും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതുകൊണ്ട് ഇവിടെയാണ് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു കട ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇതേണ്ട ഈ റോഡിലാണോ നമുക്ക് മേളിലോട്ട് കയറി പോകണ്ടേ. അങ്ങനെ നമ്മൾ വേണ്ടേ മഹാരാജമേട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് പോയിന്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ. താഴെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒരു സ്ഥലം കൊണ്ട് മേഘമലയിൽ കാണാനുള്ള കാര്യങ്ങൾ ഇവിടം കൊണ്ട് തീരുവാനാണ് പറഞ്ഞത്. ഇതാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇതാണ്ട് ഇവിടുത്തെ ഈ കടയിൽ നിന്ന് ഞാനൊരു നാരങ്ങാവെള്ളം കുടിച്ചു. കപ്പലണ്ടി അല്ലേ ഞാൻ പട്ടാണി, മറ്റേ ഗ്രീൻ പീസ് പോലത്തെ സാധനം, അതും വാങ്ങിച്ച് മുൻപോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ കയറ്റമാണേ. അപ്പം മുകളിൽ ചെറിയൊരു ഷെഡുണ്ട്, അവിടെ പാസ് എടുത്തിട്ട് വേണം നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ. അപ്പോൾ എന്തായാലും ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ പട്ടാണി കഴിച്ച് മുകളിലോട്ട് നടന്ന് കയറട്ടെ. മുകളിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മഹാരാജമേട്ടിലെത്തിയിട്ടുണ്ട്. അടിപൊളി, ഒരു രക്ഷയില്ല. പൊളി വ്യൂ. എൻ്റെ മോനെ, ഓ കിടിലം കേട്ടോ. നോക്കിയേ, താണ്ടേ അവിടെയാണ് കുമളി കേട്ടോ. നമ്മൾ വന്ന വഴിയൊക്കെ ഇവിടെ നിന്ന് കൃത്യമായിട്ട് കാണാം. അതുപോലെ തന്നെ ഗൂഡല്ലൂർ എവിടെയാണ് നോക്കിയതാണ്ടേ, അവിടെ കുറച്ച് ഇത് ഉണ്ടാവും, അതാണ് ഗൂഡല്ലൂർ. ഇങ്ങോട്ട് മാറി നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പറഞ്ഞ കേട്ടോ. ഗൂഗിൾ മാപ്പിനകത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് കാണിക്കുമല്ലോ. ആ കാണുന്ന കമ്പം കേട്ടോ, ആ കാണുന്ന വെളുത്ത് കിടക്കുന്ന ടൗണ് കമ്പം. അപ്പോൾ ഞാൻ പറഞ്ഞ ആ സ്ഥലം തന്നെയാണ് കേട്ടോ മേഘമല. അതായത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കുറേ മലനിരകൾ കാണിച്ചില്ലായിരുന്നോ, ആ സ്ഥലമാണ് കേട്ടത്. നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ അങ്ങോട്ട് പോയി കമ്പം കഴിഞ്ഞ് അവിടെ ചിന്നമന്നൂർ ചെന്നിട്ടാണ് നമ്മളിങ്ങനെ വട്ടം കറങ്ങി മലയെല്ലാം കയറി വന്നത്. ഇവിടെ ഡയറക്റ്റ് ഇങ്ങോട്ട് വഴിയില്ല. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞതിനകത്ത് നിന്ന് സംശയം ഉണ്ടെങ്കിൽ ഇതിനകത്ത് നോക്കി കാണാമോ, ഇത് കണ്ടോ, അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വട്ടം ഇത് കണ്ടോ, അതിൻ്റെ ഡയറക്ഷൻ പോകുന്നുണ്ടോ നോക്കിയാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുമളി കണ്ടോ, കുമളി ആ ഭാഗമാണ് കേട്ടോ നമ്മൾ ഇറങ്ങി വന്നത്. എന്തായാലും ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. പൊളി. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ വേറെ വൈബായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ വേണ്ടേ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള വ്യൂ പോയിൻ്റ് കേട്ടോ. ഇതാണ് ഏറ്റവും ടോപ്പ്. അമ്മോ, അണച്ചു പോയി കേട്ടോ ഇവിടെ വരെ വന്നപ്പോൾ തന്നെ. അയ്യോ, എന്നെ പൊളിയാന്ന് നോക്കി. ആ പുല്ലിൻ്റെയൊക്കെ ഒരു കളർ കണ്ടോ, ബ്രൗണിഷ് കളർ, ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇവിടെ ഉരുണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് താഴെ ചെല്ലും കേട്ടോ. സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കുക. ഇതെന്തോ ഒരു അമ്പലം കണ്ട് പണിതിട്ടിരുന്നതാണ് കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു സാധനം കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കരിങ്കല്ലിന് ഞാൻ ആദ്യം ഓർത്തെ ഹോളോ ബ്രിക്സിൻ്റെ കട്ടയായിരിക്കും ഓർത്തെ. കരിങ്കല്ല് നല്ല ചതുരത്തി വെട്ടിയെടുത്തേക്കുന്ന കേട്ടോ. നമുക്ക് ഇതുകൊണ്ട് ഇവിടുന്ന് താഴോട്ടിറങ്ങിപ്പോവാം. ഇതുകൊണ്ട് അങ്ങേ അറ്റം വരെ പോവാം കേട്ടോ. ഇവിടുന്ന് കിടിലം വ്യൂ അല്ലേ നോക്കിയേ. നമ്മളെ രാമക്കൽമടൊക്കെ ചെല്ലുമ്പോഴത്തേക്കിന് കിട്ടുന്ന ആ ഒരു വ്യൂ ഇല്ലേ, ആ സെയിം വ്യൂ ആണ് കേട്ടോ. താഴോട്ട് നോക്കിയാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണാം. ഇവിടെ നിന്ന് നമ്മൾ കുമളിയിൽ നിന്ന് ഈ മേഘമലയ്ക്ക് മാപ്പ് ഇട്ട് കഴിയുമ്പോഴേ, ഗൂഗിൾ മാപ്പിനകത്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ കുമളിയിൽ നിന്ന് ഈ മേഘമലയ്ക്ക് നമ്മൾ ലൊക്കേഷൻ, അതായത് മാപ്പിനകത്ത് നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ, ലൊക്കേഷൻ നോക്കുമല്ലോ. അപ്പം നമുക്ക് വഴി കാണിക്കുന്ന ഒരു റോഡ് വേറൊരു റോഡാണ് കേട്ടോ. ആ റോഡാണ് ഈ താഴെ കാണുന്നത്. ആ റോഡ് കയറി വരരുത്, അത് വല്ലാത്ത പണിയാകുന്ന റോഡാണ്. കാരണം അത് ശരിക്കും റോഡൊന്നും അല്ല, കാട്ടിനകത്തൂടെയൊക്കെ ഏതാണ്ടൊക്കെ പോകുന്ന റോഡാണ് അത്. അങ്ങനെ പോയി അതുണ്ടോ, ആ റോഡ് കണ്ടോ,
അതിലെ കൂടെ വണ്ടിയൊന്നും പോകുന്നില്ലാത്ത റോഡാണ് കേട്ടോ. ഫുള്ള് പുല്ല് വളർന്ന് കയറി നിൽക്കുക. ടാറിട്ട റോഡാണ്, പക്ഷേ അതിനകത്തെല്ലാം നിറച്ചും പുല്ലൊക്കെ കയറിയിട്ട് വണ്ടിയൊന്നും പോകുന്നില്ലാത്ത കാരണം കാട് കയറി കിടക്കുക. അപ്പോൾ അതിലെ കൂടെ പോകുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മുടെ കുമളിയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ചിന്നമന്നൂർ വന്നിട്ടേ ഇങ്ങോട്ട് കയറി വരാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആ കാണുന്നൊരു അമ്പലമാണ് കേട്ടോ. അമ്പലമല്ല, എന്തോ പ്രതിഷ്ഠ ആയതുകൊണ്ടാണ്. ഞാൻ കുറച്ച് നേരം ഇവിടെ അങ്ങ് ഇരുന്ന് കേട്ടോ. അപ്പം മേഘമലയുടെ അവസാനത്തെ സ്പോട്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ കൊണ്ട് എന്താണെന്നാണ് താഴത്തെ ആ കടയിൽ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് കേട്ടോ. ഇവിടെ നിന്നും വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല, ഇതുകൊണ്ട് തീരുകയാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.